അതിനിടയിൽ കൊടകര കുഴൽപ്പണ കേസ് രാജ്യസഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സന്തോഷ് കുമാർ എം പി നോട്ടീസ് നൽകി. ബി.ജെ.പിയുടെ മുഖം രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് നോട്ടീസിൽ പറയുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ചേർന്നു. ബൽറാം, ആ നോട്ടീസിന്റെ ഇമ്മീഡിയറ്റ് ഭാവി എന്താകും? എന്തായാലും ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇല്ലെങ്കിൽ കൂടിയും ആ വിഷയം പാർലമെന്റിലേക്ക് എത്തിക്കാൻ തുനിയുകയാണ് CPI-യുടെ MP, അല്ലേ? ഹാഷ്മി, തീർച്ചയായും CPI MP പി സന്തോഷ് കുമാറാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചട്ടം 267 അനുസരിച്ച് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ്. BJPയുടെ മുഖം രക്ഷിക്കാൻ BJPയെ വെള്ളപൂശുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്ന EDയെ സ്വയം രക്ഷപ്പെടാൻ BJP നേതാക്കളുടെ മുഖം രക്ഷിക്കാനും ഉപയോഗിക്കുന്നുവെന്നും ഇത് ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നും അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം സഭ നിർത്തിവെച്ച് 0 അവർ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമുള്ളതുമാണ് ആവശ്യം. ഈ സമ്മേളന കാലയളവിൽ ഒന്നും തന്നെ ചട്ടം 267 അനുസരിച്ചുള്ള നോട്ടീസുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല എന്നും ഈ കാര്യത്തിലുള്ള ചെയർമാന്റെ മുൻ റൂളിംഗ് ചൂണ്ടിക്കാണിച്ച് തള്ളുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസും തള്ളാൻ തന്നെയാണ് സാധ്യത എങ്കിൽ പോലും പാർലമെന്റിൽ ഈ വിഷയവും ഉയർന്നു വന്നിരിക്കുകയാണ്. ഹാഷ്മി, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.